അനുമോൾക്ക് സപ്പോർട്ടേഴ്സ് ഉള്ള അത്രയും തന്നെ അനുമോൾക്ക് നെഗറ്റീവും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് അങ്ങ് വീഡിയോ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ അനുമോളെ പോസിറ്റീവായിട്ട് പറഞ്ഞാൽ നിങ്ങൾ PR ആകത്തില്ലേ എന്ന് പറയണ്ട. എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ബിഗ് ബോസ് ഹൗസിൽ നടത്തുന്ന കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഡ്രാമയുണ്ട്, കുറച്ച് എന്തെങ്കിലും ഉണ്ട്, സദാചാരമുണ്ട്. ഓഫ് കോഴ്സ് കുലസ്ത്രീ സദാചാരം എല്ലാം ഉണ്ട്. പക്ഷേ അതൊരിക്കലും ഒരു മറ്റൊരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യുന്നത് പോലെ ആയിട്ടില്ല. ആയ സമയത്ത് ആയി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആര്യന്റെയും ജിസേലിന്റെയും കേസിൽ ഇന്നും ഞാൻ അനുമോളെ പോലെ അയ്യേ എന്തൊരു വൃത്തികേട്, പുതപ്പിനടിയിൽ എന്തെന്ന് നോക്കാൻ നടക്കുന്ന അനുമോൾ എന്ത് ചീപ്പാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ഈ പറയുന്ന അനുമോളെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു തേങ്ങയും മാങ്ങയും എനിക്കില്ല. അങ്ങനെയാണെങ്കിൽ അക്ബറും നെവിനും ഈ പറയുന്ന ആദില, നൂറ, അനീഷ് ഇവരൊക്കെ കാണിച്ച ഒരുപാട് വൃത്തികേടുകളുണ്ട് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത്. ഇന്നും ഞാൻ അവരന്ന് അങ്ങനെ കാണിച്ചു, ഇന്ന് ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയേണ്ട കാര്യമില്ല. ഇത് ബിഗ് ബോസ് ഷോ ആണ്. ഇതിനകത്ത് നിങ്ങൾ നാണം കെടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവരൊക്കെ ഇതിനകത്ത് കാശ് മേടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ ഇന്നത്തെ ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനുമോൾ പറഞ്ഞ പല കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തന്നെ എന്നോട് തന്നെ നാണക്കേട് തോന്നി. അതിന്റെ റീസൺ പറയാം. അത് സാബുമാനും അത് തോന്നി. കാരണമുണ്ട്. 10-14 വയസ്സിനകത്ത് ഒരു വ്യക്തി, അതും ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ഇതേ കണക്ക് സമ്പാദിക്കണമെങ്കിൽ അത് ആ വ്യക്തി ഈ പറഞ്ഞ ചോര നീരാക്കി എന്നൊന്നും പറയുന്നില്ല, കാരണം കിളയ്ക്കാനല്ല പോയത്. പക്ഷേ ഇതേപോലൊരു മീഡിയ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ക്ഷമയോടെ നമ്മളെ തന്നെ ഇൻസൾട്ട് ചെയ്ത് പലപ്പോഴും സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടുത്തി നമ്മൾ ഒരാളുടെ മുന്നിൽ നിന്ന് അവരുടെ ആട്ടും തൂപ്പും ഒക്കെ കേട്ട് ഓക്കെ സർ, ഓക്കെ ഐ അക്സെപ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കേണ്ടി വരും. പിന്നെ മീഡിയ ഇൻഡസ്ട്രി ഇപ്പോഴാണ് എല്ലാവർക്കും കുറച്ചുകൂടെ ഈസി ആയത്. എപ്പോഴും ഓർക്കുക, പഴയ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു മിഡ് ടൈമിൽ ഈ പറഞ്ഞതൊക്കെ നമുക്ക് എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടത്തില്ല. പക്ഷേ ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് റീലൊക്കെ ചെയ്ത് ഒന്ന് ഫേസ് ഒക്കെ ഒന്ന് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയി വേണമെങ്കിൽ ആ ഫേസ് മാർക്കറ്റ് ചെയ്ത ആ ഒരു വാല്യൂ വെച്ച് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനോ അല്ലെങ്കിൽ ഒരു ഷോയ്ക്കോ അല്ലെങ്കിൽ ഒരു സീരിയലിനെങ്കിലും അഭിനയിക്കാൻ പറ്റും.